റെഡ് കളറുള്ള ഒരെണ്ണം ഇവിടെ ഉണ്ട്. എന്തായാലും അതും കൂടെ നമുക്ക് ഒന്ന് പറിച്ചേക്കാം. അടുത്തടുത്തിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ ഒരു പഴം കഴിച്ചു ഇരിക്കും. അപ്പം നമ്മൾ ഈ ഓൾ സീസൺ അബ്യൂവിനെ പറ്റി 2-3 പ്രാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. 2-3 വീഡിയോയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തവണ ഇത് മെയ് മാസമാണ്. ഈ മെയ് മാസത്തിലും ഇതിൽ നിന്ന് അബ്യൂ കിട്ടി. അപ്പം ഞാനിത് കഴിഞ്ഞ ആഴ്ച ഇത്തിരി തിരക്കുള്ളത് കൊണ്ട് 2 അബ്യൂ വീട്ടിൽ പറിക്കുകയും ചെയ്തു. ഇതിപ്പോൾ 3ാമത്തെ പഴമാണ്. ഇനിയിപ്പോൾ പച്ച ഇത് ഇതുപോലെ തന്നെ ഇവിടെ അടുത്തത് ഇവിടെയുണ്ട്, അങ്ങേ സൈഡിലൊക്കെ ഉണ്ട്. ഇത് ഇനിയിപ്പോൾ ഏറെക്കുറെ 2 ആഴ്ച കൊണ്ട് പാകാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അബ്യൂവിനെ പറ്റി നമ്മൾ ജേക്കബ് ഓർക്കാഡ്സിൽ നിൽക്കുന്ന ഈ അബ്യൂവിനെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു പുതുമ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയ് മാസത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഈ സമയത്ത് പഴം കിട്ടണത്. ഒരു 2 പ്രാവശ്യം പൂത്ത് കായ്ക്കാറുണ്ട്. ഇതിപ്പോൾ ഈ വർഷം 3ാമത്തെ തവണയാണിത്. പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് കോതമംഗലത്ത് ഏതൻ തോട്ടം എന്ന് പറഞ്ഞൊരു ഫാമിൽ നിന്ന് ജോർജ് ചേട്ടൻ്റെ ഫാമിൽ നിന്ന് ഉടുമ്പന്നൂരുള്ള ഒരു വീട്ടിലേക്കും അവർ വാങ്ങിയതാണ്. അന്നത്തെ കാലത്ത് 1500 രൂപയ്ക്ക് അവർ വാങ്ങി. അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് ഇതിൻ്റെ തൈ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ടിരുന്നത് ഒരു 2022 സമയത്തൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ആ തൈ ഇഷ്ടം പോലെ വിറ്റുകൊണ്ടിരുന്നത്. എനിക്ക് തൈ തയ്യായിരുന്നപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരും ഇതൊരു 10ഓളം ഇനം അവർ വെച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ വിളവ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിൽ നിന്നും. അത് അവർക്ക് ഓൾ സീസൺ ആണെന്ന് അവർ എന്നോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു പിറ്റേ വർഷം ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഈ അബ്യൂ ഞാൻ വെച്ചില്ലെന്നും പറഞ്ഞ് അവർ എന്നോട് ഒത്തിരി വഴക്ക് പറഞ്ഞു. അപ്പോൾ കാരണം പല വെറൈറ്റികളുണ്ട്, ഇഷ്ടംപോലെ അബ്യൂ ഉണ്ടല്ലോ, ചിലത് കായ്ക്കാത്തതും അതുപോലെ പല വെറൈറ്റികളും ഉണ്ട്. അപ്പോൾ അന്നേരം അവർ നിർബന്ധമായിട്ടും എന്നോട് ഇത്തവണ വെക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പിടിപ്പിച്ച് ഇവിടെ എൻ്റെ അനുഭവത്തിൽ ഓൾ സീസണായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ പ്രിൻസേട്ടൻ അന്നേരം എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇത് സീഡിട്ട് കിളിപ്പിച്ച് ചിലപ്പോൾ മാറ്റം വരാം. പക്ഷേ ഇത് 3ാമത്തെ തലമുറ ആയപ്പോഴും ആ മാറ്റം ഇതുവരെ വന്നിട്ടില്ല. അത് ജോർജേട്ടൻ്റെ കയ്യിൽ നിന്ന് വന്നു, ഇവരുടെ കയ്യിലേക്ക് എത്തി, അങ്ങനെ 3ാമതെൻ്റെ കയ്യിലെത്തി, പലരുടെയും കയ്യിൽ. അടുത്ത വർഷമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ജൂണിലും ഇതിൽ പഴം കിട്ടി. ഇഷ്ടംപോലെ അബ്യൂ കഴിച്ചേക്കണതാണ്. പക്ഷേ ഈ സമയത്ത് ഈ മെയ് മാസത്തിലുണ്ടാകുന്ന ഒരു അബ്യൂ, ജയൻ്റ് അബ്യൂ, അതുപോലെ അങ്ങനെ Z4, Z3 അങ്ങനെയുള്ള എല്ലാ ഇനങ്ങളെക്കഴിഞ്ഞും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു അബ്യൂ ആണ്. ഇതിനിപ്പോൾ Z3, Z4 വെറൈറ്റികൾക്കൊക്കെ ഈ പശ കൂടുതലുണ്ട്. പക്ഷേ ഇതിനങ്ങനെ ഒരു പശയുടെ ഇത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അടിപൊളി, നല്ല മധുരം കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ചെറിയ അബ്യൂയൊന്നും നമുക്ക് എന്ന് പറഞ്ഞാൽ തീരെ മോശമായ ഇനങ്ങൾ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീഡേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ എല്ലാവരും ഈ ജയൻ്റ് അബ്യൂ വാങ്ങിക്കുന്നവരോട് പലരോടും ഞാൻ പറയാറുണ്ട്, 4 ചക്കുകുരു പോലത്തെ വിത്താണ് അതിൽ. അതെടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നമുക്ക് പഴുപ്പില്ല. അപ്പോൾ ഏതായാലും ഈ ഓഫ് സീസണിലുണ്ടായ അബ്യൂ പ്രിൻസേട്ടനും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചേട്ടൻ്റെ അഭിപ്രായം നമുക്കൊന്നറിയാം. അപ്പോൾ ഈ സമയത്ത് അബ്യൂ കഴിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ സുഹൃത്ത് ഡേയ്സ് ഈ അബ്യൂവിനെ കുറിച്ച് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനും ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. 1.5 വർഷമായപ്പോൾ എനിക്കതിൽ 12ഓളം കായ്കൾ ആദ്യമായിട്ട് കിട്ടിയപ്പോഴുണ്ടായി. ഞാനത് പലർക്കും കഴിക്കാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നല്ലൊരു അബ്യൂ ഞങ്ങൾ ഇപ്പോഴാണ് കഴിക്കുന്നതെന്ന് പലരും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. മെയ് മാസ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഈ മഴയത്ത് നല്ല സൂപ്പർ മധുരമുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല ഫ്ലേവറുണ്ട്. കഴിക്കുന്തോറും കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ നട്ടിരിക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു 4ാമത്തെ തലമുറയാണെന്ന് തോന്നുന്നു. ഇതേ സെയിം ഫ്രൂട്ട്, ഇതേ സെയിം രുചി, ഇതേ മധുരം. എന്നാൽ അബ്യൂവിൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഇതിൽ 2 പച്ച കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ലൊരു അബ്യൂ തന്നെയാണ്. ഗാർസീനിയ ഇഞ്ചാം എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കായായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത് ഇപ്പോഴാണ്
പഴുത്ത് റെഡിയായി നിൽക്കുന്നത്. ഞാൻ ഏതായാലും ഇതിൻ്റെ ഒരു പഴം പൊട്ടിച്ച് കഴിച്ചു. എന്നിട്ടാണ് പ്രിൻസേട്ടനെ കൊണ്ട്, സാധാരണ ഞാൻ വീഡിയോ ചെയ്യാൻ വരാറുള്ളപ്പോൾ ആ ഒരു സമയത്തെ അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളത്. പക്ഷേ എനിക്കിതിൽ പെട്ടെന്ന് ഒരു ആകാംക്ഷ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ മെയിൽ ഫീമെയിൽ ഉണ്ട്. അപ്പോൾ അതിൽ പെൺമരം 5ഓളം പ്ലാന്റുകൾ കേരളത്തിൽ ഒരു സുഹൃത്ത് വഴിയാണ് ഇവിടെ വന്നത്. അപ്പോൾ 1-2 പേർക്ക് അത് കായ്ച്ചിട്ടുണ്ട്, ബാക്കി 2 ആൺമരമായിപ്പോയി. അപ്പോൾ ഇത് പുളിയാണോ, അച്ചാച്ചെറു, അതുപോലെ ബെക്കുപ്പാരി, അതിൽ ഒട്ടുമിക്ക സാധനങ്ങൾക്കും പുളിയുള്ള ഒത്തിരി ഇനം ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പുളിയാണോ എന്നറിയാൻ വേണ്ടി, എന്നിട്ട് വീഡിയോ ചെയ്താൽ മതിയല്ലോ, കൂടുതൽ ഇത് ചെയ്യണ്ടല്ലോ അറിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കഴിച്ചു. അപ്പോൾ ഒരു മാംഗോസ്റ്റിൻ കഴിക്കണം, ഒരു മിനി മാംഗോസ്റ്റിൻ എന്ന് തന്നെ ഇതിന് പറയാം. നമുക്ക് ഒരു മിനി മാംഗോസ്റ്റിൻ തന്നെയാണിത്. പിന്നെ ഇതിന് വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആൻഡമാൻസിൽ, അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഒരു പൈതൃകമായി അവർ സംരക്ഷിച്ചു പോരുന്ന ഒരു ചെടിയാണ്. ഇപ്പം നമ്മൾ മക്കൾ കുന്താണി പൈനാപ്പിൾ നമ്മുടെ കേരളത്തിൻ്റെ വൈൽഡ് വെറൈറ്റിയാണ്. ആ വനത്തിൽ അവർ സംരക്ഷിച്ചു പോകുന്നതിന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവർക്ക് മെഡലൊക്കെ ലഭിച്ചതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു പൈതൃകമായിട്ട് സംരക്ഷിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഗാർസീനിയ ഇഞ്ച. എന്തായാലും നമുക്കിത് കേരളത്തിലെത്തി, നമുക്ക് ഫ്രൂട്ടായി. എന്തായാലും ഞാനിതിൻ്റെ പഴങ്ങളെല്ലാം പറിക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, അതിപ്പം നമുക്ക് യാതൊരു വ്യത്യാസവുമില്ല. മാംഗോസ്റ്റീൻ്റെ അതേ ഒരു ഷേപ്പ് തന്നെ, പക്ഷേ മാംഗോസ്റ്റീൻ ബോളാണെന്ന് മാത്രം. ഇത് ഇത്തിരി പിയർ ഷേപ്പ്, അറ്റത്തിങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി ഇതുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് ഇതിലേക്ക് വന്നു, ഇതൊരു റെഡ് കളറാണ്. പച്ച വന്നിട്ട് പിന്നെ റെഡ് കളറിലേക്കാവും. അപ്പോൾ ആ റെഡ് കളറുള്ള ഒരെണ്ണം ഇവിടെ ഉണ്ട്. എന്തായാലും അതും കൂടെ നമുക്ക് ഒന്ന് പറിച്ചേക്കാം. ഇത് കണ്ടോ, നല്ല റെഡ് കളറുള്ള. അത് കഴിഞ്ഞിട്ട് പാകമായത് ഇതാണ്. 4 ഫ്രൂട്ട് നമ്മൾ ഏകദേശം പറിച്ചിട്ടുണ്ട്. ഒരു 6 കായാണ് നമുക്കിതിൽ ആകെ പിടിച്ച് കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് വളരെ ഒരു സന്തോഷകരമായ നിമിഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോൾ ഇത് കൊണ്ടുവന്നതിൽ 1-2 എൻ്റെ ഫ്രണ്ട്സിനും എനിക്കും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു 3-4 പേർക്കാണ് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ ഫ്രൂട്ടായത്. ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ ആദ്യമായിട്ട് അവസരം കിട്ടിയത് പ്രിൻസേട്ടനാണ്. എൻ്റെ ഒരു ഭാഗ്യം പ്രിൻസേട്ടന് ലഭിച്ചു. എന്തായാലും ഇതിൻ്റെ ഞാൻ നോക്കിയതായിരുന്നാലും ഒന്ന് കാണിക്കണമല്ലോ. അപ്പോൾ ഇത് നമുക്ക് മാംഗോസ്റ്റിൻ പോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഞെടുപ്പ് നമ്മളങ്ങ് എടുത്തു കളഞ്ഞു. ഇത് കണ്ടോ, ഒറിജിനൽ മാംഗോസ്റ്റിൻ്റെ പോലെ, മിനി മാംഗോസ്റ്റിൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് കണ്ടോ, മാംഗോസ്റ്റിൻ്റെ പോലെ തന്നെ ആ 5 അല്ലിയുണ്ട്, 1-2 വിത്തുകളേ ഉള്ളൂ. ഏതായാലും ഒന്ന് കഴിച്ചു നോക്കാം. മാംഗോസ്റ്റിൻ്റെ അത്രയും മധുരമില്ല, പക്ഷേ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും പ്രിൻസേട്ടനും കൂടെ ഒരെണ്ണം കഴിക്കാനുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രിൻസേട്ടനും ഒന്ന് കൊടുക്കാം. അപ്പോൾ ഗാർസീനിയ ഇഞ്ച ആദ്യമായിട്ട് കഴിക്കാൻ എനിക്കും ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ മംഗോസ്റ്റിൻ അല്ലി പോലത്തെ അല്ലികളാണ്. ഞാനൊന്ന് മാംഗോസ്റ്റിൻ പോലെ ഇങ്ങനെ അല്ലികളായിട്ട് തിരിയും. പിന്നെ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഗാർസീനിയ ഇഞ്ച ഇത് ചൂടെ പഴുക്കാണ്ടായിരുന്നു, ഒരു പുളി മധുരമായിട്ട് കുഴപ്പമില്ലാത്തൊരു ഫ്ലേവറാണ്. നമ്മുടെ മംഗോസ്റ്റിൻ്റെ അത്രയും മധുരമില്ലെങ്കിൽ ഏകദേശം അതുമായിട്ട് സാമ്യമുണ്ട്. ബിസ്ക്കറ്റ് കൂവയാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കൂവയെ പറ്റി എന്നോടൊരു 5-8 പേര് ചോദിച്ചു, ബിസ്ക്കറ്റ് കൂവയുടെ ഒരു വീഡിയോ ചെയ്യണം ചേട്ടാന്ന് പറഞ്ഞു. നല്ല സ്മെല്ലാണ്. എന്താണെന്ന് എനിക്കത് കൃത്യമായിട്ട് അറിയാം. നമുക്കത് പഴുത്ത് കഴിഞ്ഞാലും ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു എന്ന് പറഞ്ഞ തൊണ്ടൊക്കെ അതുപോലെ ഒരു പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. ഇതുണ്ട്, കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല കളറാണെങ്കിലും നല്ല തരി പോലെയാണ്. ഇതാണ് ബിസ്ക്കറ്റ് രൂപ. പഴുത്തിരിക്കുമ്പോഴും നല്ല കട്ടി തന്നെയാണ്. നല്ല പഴുപ്പായി, പക്ഷെ എന്നാലും നല്ല കട്ടി.
അപ്പോൾ ബിസ്ക്കറ്റ് ഗുവ കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ഗുവ എന്ന പേര് ഇതിന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല പഴുത്ത നല്ല പാകമായിട്ടാണ് എടുത്തത്. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന രീതിയാണ് ഇത്. കടിക്കുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു രീതി, അതുകൊണ്ടാണ് ഇതിന് ബിസ്ക്കറ്റ് ഗുവ എന്ന പേര് വന്നത്. ഓവറായിട്ട് മധുരോ എന്ന് പറഞ്ഞാൽ ഒരു നല്ല രുചിയൊന്നും നമുക്ക് ഇതിനെ അവകാശപ്പെടാനില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു പ്രതീതി, അതുകൊണ്ടാണ് ഇതിന് ബിസ്ക്കറ്റ് ഗുവ എന്ന പേര് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനും ഈ ബിസ്ക്കറ്റ് ഗുവ കഴിക്കാൻ പോണത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് ഗുവ തൈ ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഒരെണ്ണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. ഞാനത് കഴിക്കട്ടെ കേട്ടോ. ആവറേജ് മധുരമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കറുമുറ അതുണ്ട്. അത്യാവശ്യം സീഡുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാംബൂയി ബ്രാങ്കോ, അതായത് നമുക്ക് ലോകത്തെ ഏറ്റവും ചെറിയ പേരെന്ന് അവകാശപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് കാഴ്ച കിട്ടിയെങ്കിലും ഒരു അനുഭവം ഞാൻ പറയാം. 12 മാസം ഇതിൻ്റെ അകത്ത് കായാണ്. എന്നും നമുക്ക് ഏകദേശം ഒരു 10-20 പേരൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാം. ഇത് കണ്ടില്ലേ, അത്യാവശ്യം ഒരു ഞാവൽപ്പഴം കഴിക്കുന്ന രീതിയാണ്. ഇപ്പം തന്നെ ഇഷ്ടം പോലെ നമുക്ക് പറിക്കാനുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാനുള്ള ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട് എപ്പോഴും കിട്ടും. അത് നാളത്തേക്ക് ആകുമ്പോഴത്തേക്കും ഇത് അടുത്തത് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് ആദ്യമൊക്കെ ഈ ഒരു ചെറിയ വലിപ്പത്തിൽ ആദ്യം ഉണ്ടായപ്പോൾ പിന്നെ ഇത് വലിപ്പം കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളൊരു ഈ ഒരു വലിപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാനൊരു അളവ് പോലുമില്ല. പക്ഷേ ഇപ്പോൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഡുക്കു പാകമായൊന്നും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡുക്കുവിൻ്റെ ഏറെക്കുറെ ഇത് ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടോ ഇവിടെ നല്ല വലിപ്പത്തിലായിട്ടുണ്ട്. ഈ ഒരു കൊല മാത്രമാണ് നല്ല ആദ്യം ഉണ്ടായത് വലിപ്പത്തിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതാണ്. ഏകദേശം ഇതൊക്കെ ഒരു മാസം എടുക്കും. ഇതിൻ്റെ അകത്ത് മിക്കവാറും 2 ആഴ്ച കൊണ്ട് ഇത് പറിക്കാൻ പാകമാവും. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അർജന്റീനിയൻ അരാക്കയാണ്. അർജന്റീനിയൻ അരാക്ക പലരും സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുന്തിരിപ്പേരയാണെന്നുള്ളത്. രണ്ടും ഞാൻ കാണിച്ചു തരാം. മുന്തിരിപ്പേര ഇവിടെ ഉണ്ട്, ഇത് പഴുപ്പായിട്ടില്ല. ഇത് ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വലിപ്പമാണ്. മുന്തിരിപ്പേരയെ കഴിഞ്ഞും നല്ല വലിപ്പമുണ്ട്. ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ഈ അർജന്റീനിയൻ അരാക്ക എന്ന് പറയുന്നത് 12 മാസം ഇതിൻ്റെ അകത്ത് ഫ്രൂട്ടായിരിക്കും. ഈ മുന്തിരിപ്പേര ഇതും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിപ്പേരയ്ക്ക് ഒരു ലേശം പുളിപ്പുണ്ട്, പുളി മധുരമാണ്. ഇതിന് അത്യാവശ്യം നല്ല മധുരവും ഉണ്ട്. ഓവർ മധുരമല്ല, അത്യാവശ്യം മധുരമുണ്ട്. വിത്ത് വളരെ വലിപ്പം കുറവാണ്. ഇത് കണ്ടോ, നമുക്ക് വിത്തൊന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ ഇല മുന്തിരിപ്പേരയുടെ ഇല പോലെ തന്നെയാണ്. അപ്പം മുന്തിരിപ്പേരയുടെ ഞാൻ കാണിച്ചു തരാം. മുന്തിരിപ്പേര ഇവിടെയുണ്ട്. ഇതാണ് മുന്തിരിപ്പേര. മുന്തിരിപ്പേര ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മുന്തിരിപ്പേരയിൽ ഫ്ലവർ വരുന്ന ഇതുപോലെയാണ്. പക്ഷേ ഇതിന് പുളി ഇത്തിരി കൂടുതൽ വരും. ഇതിന് അത്രയും പുളിയില്ല. നിറച്ച് കായ്ക്കുകയും ചെയ്യും. ഇത് കണ്ടത് എവിടെയൊക്കെ കായാണ്. നല്ല വലുപ്പത്തിൽ വരും. 3ാമത്തെ വർഷം കായ്ച്ച സീസണാണ്. നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്തുനിന്ന് പൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ പലരും റംബൂട്ടാൻ പൊഴിയുന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലാവസ്ഥയിൽ കഴിഞ്ഞ തവണത്തേക്കഴിഞ്ഞും കൂടുതൽ പൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും അന്നേരം കഴിഞ്ഞ തവണത്തേക്കഴിഞ്ഞും കൂടുതൽ കൊലകളിൽ പിടുത്തമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി പൊഴിച്ചിൽ കൂടുതലായിട്ട് ഇത്തവണ കാണിക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടെ 3ാം വർഷമായ ഒരു സീസണുണ്ട്. ഇതിനേക്കഴിഞ്ഞും കൂടുതൽ കായാണ്. 2ാമത്തെ സീസണാണ്. ഇത് ഒരു 2.5 വർഷം കൊണ്ട്, മറ്റത് 3 വർഷമായ സീസണാണ്. ഇത് 2.5 വർഷം കൊണ്ട് കാച്ചതാണ്. ഇതാണ് ഞാൻ അവിടുത്തെ നമ്മളുടെ 3 വർഷം കൊണ്ട് കാച്ച സീസർ നമ്മൾ കണ്ടല്ലോ. അതിനേക്കഴിഞ്ഞും കൂടുതൽ നന്നായിട്ട് കാ പിടിച്ച ഒരു സീസറാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് NIT നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷത്തേൻ്റെ ഇരട്ടി NIT ആണ് ഇത്തവണ നമുക്ക് കാച്ചേക്കണേ. പക്ഷേ ഏകദേശം ഒരു ദിവസത്തിൽ ഇതുപോലെ തന്നെ ഉണ്ട്. ഒരു 10-25 കാ വെച്ച് തന്നെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. തണ്ടയിൽ വളരെ കൂടുതൽ കായ്കൾ വരുമ്പോൾ പൊഴിച്ചിൽ ചെടി തന്നെ സ്വാഭാവികമായിട്ട് പൊഴിച്ച് കളയും. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് നന്നായിട്ട് കാച്ചിട്ടുണ്ട്. പക്ഷേ പൊഴിച്ചിൽ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ പൊഴിച്ചിലുണ്ടെങ്കിലും കാ കൂടുതലുള്ളത് കൊണ്ട് അത് കൂടുതലായിട്ട് ബാധിക്കുന്നില്ല. വൈറ്റ് കിംജിയിലും ആദ്യമായിട്ട് പേരയ്ക്ക
റെഡിയായിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 6ഓളം 1, 2, 3, 4, 5, 6, 7, 8ഓളം കായകൾ ഇത്തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇത് ഇച്ചിരൂടെ ഉഷാറായിട്ട് വന്നേനെ. ചെറിയൊരു ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളീച്ച ഒന്ന് കയറി. ഇപ്പോൾ 2 പ്രാവശ്യം മരുന്നടിച്ച് റെഡിയാക്കി വന്നു. അത് ആ വെള്ളീച്ച ഇടയ്ക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ കായൊക്കെ വലിപ്പം വെച്ച് വന്നേനെ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി തിരക്ക് വന്നുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നുപോയി. അതുകൊണ്ടാണ് ഈ ഇലകളെല്ലാം മരുന്നടിച്ചിട്ട് കൊഴിഞ്ഞു പോയി. എങ്കിലും നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കാ പിടിച്ചിട്ടുണ്ട്. ഒരു 5, 8, 10 കായുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം പേരയിലും ആണെങ്കിലും ഇത്തവണ നന്നായിട്ട് കായുണ്ട്. ഐസ്ക്രീം പേരയിൽ ഇതിൻ്റെ അകത്ത് ഏകദേശം നിറച്ച് ഈ താഴെയുള്ള കമ്പുകളെല്ലാം ലെയറടിച്ച് മാറ്റിയതാണ്. ഐസ്ക്രീം പേരയിൽ നന്നായിട്ട് കാ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനും ഒരു സംശയം ചോദിച്ചു, ഐസ്ക്രീം പേര ഇവിടെ കായ്ക്കുമോ എന്നുള്ളൊരു സംശയം പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഐസ്ക്രീം പേര എവിടെയും നന്നായിട്ട് കായ്ക്കും. നിറച്ച് പേരയ്ക്ക് ഉണ്ടാകുന്ന ഒരു പേരയാണ് ഐസ്ക്രീം പേര. ഇത് ഷോങ്ങൻ ലോങ്ങനാണ്. ഷോങ്ങൻ ഇത് ശരിക്കും 8 മാസമായ പ്ലാന്റാണ്. ഞാൻ ചട്ടിയിൽ വളർത്തിയതാണ്, ഗ്രാഫ്റ്റാണ്. അത് നന്നായിട്ട് ഒരു 2-3 കൊല വന്നിട്ടുണ്ട്. എന്നാലും ഒരു അത്യാവശ്യം കാ പിടിച്ചിട്ടുണ്ട്. ഇച്ചിരി പൊഴിച്ചിലുണ്ടായിരുന്നു. ഇടയ്ക്ക് ആ 2-3 മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നമായിരുന്നു. ഇത് ഷോങ്ങൻ ലോങ്ങനാണ്. പിന്നെ ഫോർ സീസണും നിറച്ച് ഫ്ലവർ ചെയ്തേക്കുവാണ്. ഇനിയിപ്പോൾ ഒരു കാര്യമൂടെ ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് ബ്ലാക്ക് ലോങ്ങിനെ പറ്റി പലരും ചോദിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ലോങ്ങൻ എവിടെയെങ്കിലും കായ്ച്ചിട്ടുണ്ടോ എന്ന്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ലോങ്ങൻ ഈ വർഷം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ലോങ്ങൻ ആദ്യമായിട്ടാണ് ഫ്ലവർ ചെയ്തേക്കുന്നത്. അതാണ് ബ്ലാക്ക് ലോങ്ങൻ ഫ്ലവർ ചെയ്തതാണ്, ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തതാണ് ബ്ലാക്ക് ലോങ്ങൻ. 9 വർഷമായ ഡയമണ്ട് റിവറാണ്. 9 വർഷമായ ഡയമണ്ട് റിവർ. ഇത് 5ാമത്തെ വർഷം എനിക്ക് കാച്ച മരമാണ്. ഇപ്പം ഇത് ചില ചെടികളിപ്പോൾ ഡയമണ്ട് റിവറൊക്കെ കായ്ക്കാതെ 8 വർഷമൊക്കെ ആയിട്ട് കായ്ക്കാത്തത് ചിലർ പറയുന്നുണ്ട്. അത് കാലാവസ്ഥയുടെ മണ്ണിൻ്റെയൊക്കെ, നമ്മൾ ഈ കാലാവസ്ഥ നിർണായക ഘടകമാണ്. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ ഇത് മരം മൂക്കുന്നതനുസരിച്ച് ഒത്തിരി വ്യത്യസ്തമായ മാറ്റങ്ങൾ ഇതിന് വന്നുകൊണ്ടിരിക്കും. ഇത്തവണ ഈ ഡയമണ്ട് റിവറിൽ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഇതിൽ നിറച്ച് ഫ്രൂട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രൂൺ ചെയ്ത് ഫ്ലവറായി. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കുരകൾ റെഡിയായിട്ട് ഉണ്ട്. ഇത് കണ്ടോ, അപ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ ഫ്ലവറാണ്. ഇത് കണ്ടോ, അത് ഇതിലൊക്കെ നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കൊലകളുണ്ട്. 9 വർഷമായ ഡയമണ്ട് റിവറാണ്. നന്നായിട്ട് ആക്കി. ഏകദേശം ഒരു 10, 12, 15 കിലോ അടുത്ത് നമുക്ക് ലോങ്ങം കിട്ടുന്ന ഒരു, ഇത്തവണ 15 കിലോ കഴിഞ്ഞും കൂടുതൽ ഫ്രൂട്ട് ഇതിൽ നിന്ന് കിട്ടും. നന്നായിട്ട് വലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊരു പാതി മൂപ്പാകുമ്പോഴത്തേക്കും അണ്ണാൻ്റെ ശല്യം ഭയങ്കരമാണ്. അണ്ണാൻ ശരിക്കും കയറി പെരുമാറുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ നമ്മുടെ കോകവും ഏറെക്കുറെ ഇത്തവണ നന്നായിട്ട് കാച്ചിട്ടുണ്ട്. കൊല കുത്തിയ താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് കോകം ഉണ്ടായേക്കണം. ഇതുണ്ടോ, കോകം നമുക്ക് നിറച്ച് കാച്ചേക്കുവാണ്. ഇതൊരു ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും ഇത് മുഴുവൻ നമുക്ക് പറിക്കാറാവും. നമ്മൾ ഗ്രാഫ്റ്റ് അടിച്ച തണ്ടൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾ തണ്ടെടുത്ത് ഗ്രാഫ്റ്റ് അടിക്കുന്നതുകൊണ്ടുണ്ട് ഈ ചെറിയ പ്ലാന്റിൽ തന്നെ നമുക്ക് ആ സീസൺ ആയി കഴിയുമ്പോഴത്തേക്ക് കാച്ചു തുടങ്ങും. കോകത്തിൻ്റെ പ്രത്യേകത അതാണ്. പ്രൈം ഹാൻഡ്സ് ബനാന പഴുത്തതാണ്. പഴുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിവ്യൂ പലരും ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത് മൂവാറ്റുപുഴ കാർഷിക മേളയിൽ പ്രദർശനത്തിന് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പ്രദർശനം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പടല നമുക്ക് തിരിച്ച് ഏൽപ്പിച്ചു. ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ കഴിച്ചിട്ടില്ല. ഇപ്പോൾ പഴുപ്പ് ഇത്തിരി ഓവറായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ബ്ലാക്ക് കളറിലേക്കായി. അത് മേളയിൽ ഇരുന്ന് കൊണ്ടുവന്നായി. എന്നാലും നമുക്ക് ഏതായാലും ഇതൊന്ന് ഓരോന്ന് എടുത്ത് നോക്കാം. ഇതുണ്ടോ, കണ്ട കറക്റ്റ് അടുത്തടുത്തിരിക്കുവാണ്. അവിടുന്ന് നമ്മൾ ഒരു പഴങ്ങ എടുത്തു, ഇരിഞ്ഞെടുത്തു. വേണ്ട, നല്ല അടുക്ക, നല്ല കൃത്യമായിട്ട് അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരു പഴം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. പഴുപ്പ് ഓവറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. പുറം തൊലി കറുത്തന്നേ ഉള്ളൂ. അകത്തേക്ക് പഴുപ്പ് ഓവറായിട്ടില്ല. നല്ല രുചിയാണ്. ചുണ്ടില്ലാക്കണ്ണൻ പഴം. അതായത് പല നാട്ടിലേക്കും പല പേരിലാണ് ഈ ചുണ്ടില്ലാക്കണ്ണൻ. ഞങ്ങൾക്കും കൂടെ മധ്യ കേരളത്തിലേക്ക് ചുണ്ടില്ലാക്കണ്ണൻ എന്നറിയപ്പെടും. ആ ചുണ്ടില്ലാക്കണ്ണൻ്റെ അതേ രുചിയാണ്. നല്ല പഴമാണ്, നല്ല സൂപ്പർ പഴമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരെണ്ണം എടുത്തല്ലോ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അത് ബ്ലാക്ക് കളർ, ഇവിടെ മൊത്തം ബ്ലാക്കാണ്.
ഇവിടെ കളറുണ്ട്. പക്ഷേ എന്നോർത്ത് ഇതിൻ്റെ അകത്തേക്ക് മറ്റേ ചീച്ചിൽ പോലെ ഇല്ല കേട്ടോ. കാരണം ഇതിന് ഇപ്പം അതിൻ്റെ നമുക്കൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഴിച്ചതിൽ അങ്ങനെ ഒരു ചീച്ചിലിൻ്റെ ഇതൊന്നുമില്ല. പാകത്തിനായിട്ടേ ഉള്ളൂ. സൂക്ഷിപ്പുകാരാതി നന്നായിട്ട് ഇതിനുണ്ട്. കാരണം ഇത് ഇപ്പോൾ ഒരു 15ഓളം ദിവസം മേളയ്ക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം തന്നെ ഇത് 3-ാം തീയതി തന്നെ പഴുത്തു. ഇന്നിപ്പോൾ ഇത്രയും ദിവസവും ഇത് പഴുത്തതിന് ശേഷം ഇങ്ങനെ ഇരുന്നെന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ കറുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ അടുക്കിൻ്റെ ഭാഗത്തേക്ക് ഇതിന് ആ മഞ്ഞ കളറോട് കൂടി തന്നെ ഇരിക്കുന്നത്. ആ പുറമേ ഉള്ള വെയിലടിച്ച ഭാഗത്താണ് ആ ബ്ലാക്ക് കളറ് വന്നിട്ടുള്ളൂ. അത് പഴത്തിൻ്റെ കറക്റ്റായിട്ടുള്ള അകത്തേക്കുള്ള നിറം ഇതാണ്. കണ്ടോ, ഇങ്ങനെ ഇരിഞ്ഞെടുക്കുന്ന ഭാഗം ഇത് കണ്ടോ. ഈ കറുപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ചീഞ്ഞു പോയോ എന്നുള്ളത്. പക്ഷേ ചീച്ചിലില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത് കണ്ടോ, ഇവിടുന്ന് പൊക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ആ തൊലി അവിടെ പിടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്രൂണറിന് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഓരോന്നേ ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ എടുക്കാം. അടിപൊളി, നല്ലൊരു സ്മെല്ലും ഉണ്ട്. നന്നായിട്ട് ഇതിൻ്റെ പ്രത്യേകത സൂക്ഷിപ്പ് കാലാവധി വളരെ കൂടുതലാണ്. അപ്പോൾ 15ഓളം ദിവസമായി ഇങ്ങനെ ഇരുന്നിട്ടൊരു ചീച്ചിൽ പോലും ഇല്ല. നല്ല ടേസ്റ്റുമാണ്, ചുണ്ടില്ലാക്കണം പോലെ തന്നെ.